Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope all of you are doing well. The kinds of faith we need today. നമുക്ക് ഇന്ന് ആവശ്യമുള്ള പല വിധത്തിലുള്ള വിശ്വാസം. ആമേൻ. നമുക്ക് പല ആവശ്യങ്ങളും. We have a lot of needs. ആമേൻ. എല്ലാ കാര്യങ്ങൾക്കും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. And in everything we need to have faith. അതിനെല്ലാം ഏറ്റവും ഫലപ്രദമാക്കുന്ന വിശ്വാസം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. What brings everything into fruition above everything is the faith in Jesus Christ. എബ്രായർ 11:7 പഠിക്കുമ്പോൾ When we study the book of Hebrews chapter 11 verses 7, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം ഉണ്ടാക്കി. by faith Noah, being warned of God of things not seen as yet, moved with fear, prepared an ark to the saving of his house, by which he condemned the world and became heir of righteousness which is by faith. നോഹ അതുവരെ മഴ കണ്ടിട്ടില്ല. Noah didn't see rain yet. അവൻ ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി ഭൂമിയെ നനയ്ക്കുന്നു, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. Noah only seen the mist rising from the earth and the earth being watered by the mist. ദൈവം തന്നോട് എന്ത് കൽപ്പിച്ചോ എന്ത് പറഞ്ഞോ താൻ അത് ചെയ്യുവാൻ തയ്യാറായി. But whatever God had asked Noah to do and commanded him to do, he did it. He was obedient. അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ല മഴ. അവനോട് പറയുക, നീ ഒരു പെട്ടകം തീർക്കാൻ. At that time he never seen rain, but at the time God gave him a commandment to make an ark. Noah's faith was proven by his works. നോഹയുടെ വിശ്വാസം തന്റെ പ്രവൃത്തികളാൽ തെളിയിക്കപ്പെട്ടിരുന്നു. ആമേൻ. നോഹയുടെ വിശ്വാസം അവന്റെ പ്രവൃത്തി കൊണ്ട് പ്രൂവ് ചെയ്തിരുന്നു, തെളിയിച്ചു കൊണ്ടിരുന്നു. Noah's faith was proved by the works that he did by making the ark. By faith Noah, being warned of God of things not seen as yet, moved with a fear. കാണാത്ത കാര്യത്തെ പറ്റിയുള്ള ഒരു ബോധം നോയയ്ക്ക് വിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാനിടയായി. അതവന് ഭയമില്ലായിരുന്നു. So that is why he was without fear. അവൻ ദൈവത്തെ വളരെ സ്നേഹിച്ചു. He loved the Lord very much. നോഹയുടെ ജീവിതത്തിൽ വളരെ ദൈവഭയം ഉണ്ടായിരുന്നു. In Noah's life, Noah was a very God-fearing person. Faith without work is dead. പ്രവൃത്തി കൂടാത്ത വിശ്വാസം മരിച്ചതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി ആവശ്യമാണ്. In our lives we need work. Faith without works is like a body without spirit. പ്രവൃത്തി കൂടാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ജഡശരീരത്തിന് തുല്യം. Noah showed his faith by his works. നോഹ തന്റെ പ്രവൃത്തിയാൽ ആകുന്നു വിശ്വാസത്തെ തെളിയിച്ചത്. Noah said, I believe in God and I will show it by my work. നോഹ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ പ്രവൃത്തി മൂലം വെളിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, the faith that we have in Jesus Christ in our lives, പ്രവൃത്തി മൂലം നാം അത് പ്രൂവ് ചെയ്യും. we need to prove it by the works. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ പോകും. Today the Lord is going to do great things for you. ആമേൻ. നാം ഇതുവരെ കണ്ടിട്ടില്ല സ്വർഗ്ഗം. We have not yet seen heaven. നാം വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. We are waiting in faith for heaven. ആ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരുക്കങ്ങൾ നമുക്കുണ്ടായിരിക്കണം. So we need to prepare ourselves to go to heaven. ഒന്ന്, നാം ബൈബിൾ അനുസരിക്കണം. Firstly, we need to be obedient to what the Bible says. പാപം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണം. We need to confess our sins and be saved. മൂന്ന്, നാം വിശ്വാസ സ്നാനം സ്വീകരിക്കണം. Thirdly, we need to receive water baptism. ആമേൻ. നാലാമതായി പരിശുദ്ധാത്മാവിൽ നിറയണം. We need to be filled with the Holy Spirit. നാം വിശുദ്ധിയിൽ ജീവിക്കണം. And we need to live a godly life, holy life. ആത്മാക്കളെ നേടുന്നവരായി We തീരണം. need to be people which win ദൈവം souls. നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. That is what God desires for us. ആമേൻ. നോഹ അതുവരെ കാണാത്തവയെ വിശ്വസിച്ചു. Noah believed what was unseen at the time. നിങ്ങൾ അത് വിശ്വസിക്കുക. You need to believe it. നിങ്ങൾ ദൈവ മഹത്വം കാണാൻ പോകും. You are going to see the glory of God. കർത്താവേ, ജനത്തെ അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Lord, I bless and pray for this people. അവരുടെ മേൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ അയക്കണമേ. Lord, send a breakthrough into their lives. ഒരു വിടുതൽ അയക്കണമേ. Send a deliverance into their lives. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. May the glory of God descend in their lives. ഈ ജനത്തെ ബ്ലസ് ചെയ്ത്. Lord, I bless this people. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. Love you.
നോഹ വിശ്വസിച്ചതുപോലെ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതിനായി നമുക്ക് ഒരുങ്ങാം. ലവ് യു.